मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। നിനക്കെന്നെ പിടിക്കാൻ കഴിയില്ല. ശരിയെന്നാ ഞാൻ പോപ്പട്ടിനെ പോയി പിടിച്ചോളാം. നീ എന്നെ പിടിക്കണമെങ്കിൽ ആദ്യം പറക്കാൻ പഠിക്കണം. സംശയമുണ്ടോ? എങ്കിൽ ഞാൻ പോയി സോർദാറിനെ പിടിച്ചോളാം. അവന് പറക്കാനും അറിയില്ല, മരത്തിൽ കയറാനും അറിയില്ല. കാല് മുറിഞ്ഞിരിക്കുകയാണ്. ചെറുതായിട്ടൊന്നും മുറിഞ്ഞതേ ഉള്ളൂ. എനിക്ക് വലിയ വേദനയൊന്നുമില്ല. ഇത് തുരുമ്പെടുത്ത ആണി കൊണ്ടതാ. TT ഇഞ്ചക്ഷൻ എടുത്തേ മതിയാകൂ. ഇഞ്ചക്ഷനോ? അതെ, ആ ഇഞ്ചക്ഷൻ എടുക്കുന്നത് എന്തുകൊണ്ടും നല്ല ഒരു കാര്യമാണ്. സംശയമുണ്ടോ? എനിക്ക് ഇഞ്ചക്ഷൻ ഒന്നും വേണ്ട. ഹണി, ഒന്നും സംഭവിക്കില്ല. ഒന്നും സംഭവിക്കില്ലെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയാ വെറുതെ ഇഞ്ചക്ഷൻ എടുക്കുന്നത്? എടാ, ഇഞ്ചക്ഷൻ എടുക്കുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കില്ല. ഒരു ചെറിയ ഉറുമ്പ് കടിക്കുന്ന വേദനയും ഉണ്ടാകൂ. സംശയമുണ്ടോ? കട്ടുറുമ്പ് കടിച്ചാലേ വല്ലാതെ വേദനിക്കും. എനിക്ക് വേണ്ട. എന്റെ പറ്റി. ഹണി, ഇഞ്ചക്ഷൻ വളരെ അത്യാവശ്യമാണ്. ജോർദാറെ, ഡോക്ടർ ബാലുവിന് ഫോൺ ചെയ്യും. അദ്ദേഹം വീട്ടിൽ വന്ന് ഇഞ്ചക്ഷൻ എടുക്കും. ഓക്കേ. ഹലോ ഡോക്ടർ ബാലു, അങ്ങേക്ക് വീട്ടിലേക്കൊന്ന് വരാമോ? പറയൂ, ഞാൻ എത്തിപ്പോയി. അങ്ങ് എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ഇവിടേക്ക് എത്തിയത്? ഇങ്ങോട്ട് വരൂ. നിനക്കും മുഖമുണ്ട്, എനിക്കും മുഖമുണ്ട്. നിനക്കും കാതുണ്ട്, എനിക്കും കാതുണ്ട്. പിന്നെ എന്തിനാ മൊബൈലിൽ സംസാരിക്കുന്നത്? കാര്യം വേഗം പറയാ. ഫോൺ ചെയ്ത ഉടനെ എങ്ങനെയാ എത്തിയത്? ഞാൻ കന്നാ സാറിന്റെ വീട്ടിലായിരുന്നു. കന്നാ സാറിനെന്താ വട്ട് പിടിച്ചോ? അല്ല, ഞാൻ ചായ കുടിക്കാൻ വന്നതാ. വട്ടന്മാരുടെ കാര്യം പറഞ്ഞ് വെറുതെ എന്നെ വട്ട് പിടിപ്പിക്കരുത്. വട്ടായ കാര്യം പറഞ്ഞാൽ വട്ട് പിടിക്കും. ഇപ്പൊ കാര്യം പറയാ, ഏത് വട്ടിനെ ചികിത്സിക്കാൻ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? ഹണിയുടെ കാലിൽ ചെറിയ മുറിവ് പറ്റി. സംശയമുണ്ടോ? ഇങ്ങോട്ട് വരൂ, കാല് കാണിക്കൂ. ഒരു ലോഹപ്പാട്ട കൊണ്ടാണ് എന്റെ കാല് മുറിഞ്ഞത്. ഒരു കുഴപ്പവുമില്ല. ഞാൻ TTയുടെ ഇഞ്ചക്ഷൻ കൊടുക്കാം. എല്ലാം ശരിയായിക്കോളും. കുളിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകും നല്ല സുഖം. ഇവിടെ ആർക്കാണ് അസുഖം? ഹണിയുടെ കാലിൽ ആണി കൊണ്ടു, അതുകൊണ്ട് TT ഇഞ്ചക്ഷൻ എടുക്കാൻ പോവുക. ഓഹോ, ഇവൻ ഇഞ്ചക്ഷൻ കൊടുക്കുകയാണെങ്കിൽ വലിയ ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്ക്. എനിക്ക് ഇഞ്ചക്ഷൻ വേണ്ടേ? പിടിച്ചു, ഇവനെ ഞാൻ പിടിച്ചു. സ്കൂൾ കുട്ടികൾക്ക് കിട്ടും കൺസെഷൻ, എനിക്കിപ്പോ കിട്ടി ഇഞ്ചക്ഷൻ. അടികൈ. ഇങ്ങോട്ട് വരൂ, ഇങ്ങോട്ട് വരൂ. വെറുതെ നിലവിളിക്കരുത്. ഇഞ്ചക്ഷനാണ്, കമ്പിപ്പാരയൊന്നുമല്ല. അണിയെ പിടിക്കൂ. ഡോക്ടർ ബാലു, വേഗം ഇഞ്ചക്ഷൻ എടുക്ക്.
പേടിക്കണ്ട മോനെ, സൂചി മാത്രമേ കുത്തിയുള്ളൂ, മരുന്നകത്തേക്ക് പോയിട്ടില്ല. ദാ നോക്ക്, പേഷ്യന്റ് ഹണിയാണ്. നിങ്ങൾ എന്തിനാ വെറുതെ വരുന്നത്? എനിക്കുടൻ തന്നെ എന്റെ പേഷ്യന്റായ ഹണിക്ക് ഇഞ്ചക്ഷൻ കൊടുക്കണം. എനിക്ക് ഇഞ്ചക്ഷൻ വേണ്ട. അമിത വേഗത്തിൽ പോയ ലോറി മറിഞ്ഞു. ഹണിയെ ഒഴികെ മറ്റെല്ലാവർക്കും ഇഞ്ചക്ഷൻ എടുത്തു. അടി ഇഞ്ചക്ഷൻ. അടി ഇഞ്ചക്ഷൻ എന്നല്ല, അടി കൈയെന്നാണ് പറയേണ്ടത്. എടാ, ഞാനത് കവിത പറയുമ്പോഴാ പറയാറ്. ഇത് ഞാൻ ഡോക്ടർ ബാലുവിനോട് പറഞ്ഞതായിരുന്നു. എടുക്ക് ഇഞ്ചക്ഷൻ. വേണ്ട. ഹണിയെ പിടിക്ക്, വേഗം പിടിക്ക്. ഹണി നിക്ക്, നീ ഇഞ്ചക്ഷൻ എടുത്തേ മതിയാകൂ. എടാ, നിനക്ക് അസുഖം പിടിക്കും. വേഗം ഇഞ്ചക്ഷൻ എടുക്കാൻ നോക്ക്. ഹണി നിൽക്ക്. ഇങ്ങോട്ട് വരൂ, രക്ഷിക്കൂ. ബ്രേക്ക് ഇല്ലാത്ത ഈ വണ്ടിയിൽ നിന്നും എന്നെ രക്ഷിക്കൂ. എടാ, പറന്നുകൊണ്ടിരിക്കുന്ന എന്നെ പോലെ ഇഞ്ചക്ഷൻ വെറുതെ വിടുന്നില്ല. സംശയമുണ്ടോ? എന്തിനാ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്? ഹണി ഇപ്പൊ അങ്ങയുടെ പുറകിലായില്ലേ? ഞാനല്ല പോകുന്നത്, ഇതെന്നെ കൊണ്ടുപോവുകയാണ്. ഇതെന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇങ്ങോട്ട് വരൂ, എന്നെ പിടിക്കൂ. എന്റെ സ്പീഡ് വളരെ കൂടുതലാണ്. അങ്ങ് ആരാണ്? എന്റെ കൈയുടെ നല്ല തല്ലു വാങ്ങിക്കും. അതിനെ കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. എനിക്ക് ആദ്യം ആ ഇഞ്ചക്ഷൻ വേണം മോനെ. ഞാൻ കർത്ത, എല്ലാവരുടെയും സുഹൃത്ത. ഹണിക്ക് എത്രയും പെട്ടെന്ന് ടിടിയുടെ ഇഞ്ചക്ഷൻ ഇടേണ്ടതാണ്. എന്നാൽ അവൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയേ ഉള്ളു കാര്യം. ആ സിറിഞ്ചിഞ്ഞ് തരൂ. കത്തി കൊണ്ട് കുത്താൻ നോക്കിയാണോ? ഞാൻ വെറുതെ വിടില്ല. എന്റെ ഹസ്ബൻഡ് ബോക്സറാണ്, ബോക്സർ. എന്റെ ചേച്ചി, അത് കത്തിയൊന്നുമല്ല, ഇഞ്ചക്ഷനാ. വേഗം പിടിക്ക. പ്ലീസ് എന്നെ വിട്ടേക്ക്, പ്ലീസ്. വേണ്ട. നിൽക്കൂ, ഹണിയെ വിടൂ. ഇവിടെ എന്താണ് ഈ സംഭവിക്കുന്നത്? മാഡം, ഹണിക്ക് ലോകയുടെ ഒരു പാട്ട കൊണ്ട് കാല് മുറിഞ്ഞിരിക്കുക. ഇവനാണെ ടിടി ഇഞ്ചക്ഷൻ എടുക്കാൻ പറഞ്ഞിട്ട് എടുക്കുന്നില്ല. മാഡം, എന്നെ രക്ഷിക്കൂ. മാഡം, എന്നെ രക്ഷിക്കൂ. ഹണിക്ക് വല്ലാതെ പേടിയാവുകയാണ്. ആരും അവന് ഇഞ്ചക്ഷൻ കൊടുക്കണ്ട. അയ്യോ അമ്മച്ചി, എന്നെ കൊതു കടിച്ചു. ചിരിച്ചോ? എന്തായാലും മേട എത്തിക്കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്നെ ഇഞ്ചക്ഷൻ വെക്കാൻ കഴിയില്ല. ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞു. സംശയമുണ്ടോ? എന്ത്? എടാ, അത് കൊതുക് കടിച്ചല്ല, ഇഞ്ചക്ഷൻ എടുത്തതാ.
എന്ത്? അപ്പൊ ഇത്രയ്ക്ക് വേദനയ്ക്കുള്ളോ? ഞാൻ ഒരാവശ്യമില്ലാതെ പേടിക്കായിരുന്നു. ഡോക്ടർ ബാലു, വേണമെങ്കിൽ എനിക്ക് ഒരു ഇഞ്ചക്ഷൻ കൂടി എടുത്തോളൂ.